ആരാണ് സൊഹ്റാൻ മംദാനി? ഗൂഗിളിൽ ഇന്ന് ഏറ്റവും അധികം സെർച്ച് ചെയ്യപ്പെട്ട പേരുകളിലൊന്ന്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ കടുത്ത അധിക്ഷേപം ചൊരിഞ്ഞതോടെയാണ് ലോകമാകെ സൊഹ്റാൻ മംദാനിയെ തെരഞ്ഞത്. ന്യൂയോർക്ക് മേയറാകാൻ സാധ്യത തെളിഞ്ഞ 33-കാരനായ സൊഹ്റാൻ മംദാനിയെ ട്രംപ് ഇത്ര വിമർശിക്കാൻ കാരണം എന്താകും? ഒരു ഡെമോക്രാറ്റ് എന്നതിനപ്പുറം ട്രംപിനെ പ്രകോപിപ്പിക്കുന്ന എന്ത് നിലപാടാണ് സൊഹ്റാൻ മംദാനിക്കുള്ളത്? 100% കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനാണ് മംദാനി എന്ന് ആരോപിക്കുക മാത്രമല്ല ട്രംപ് ചെയ്തത്. കാണാൻ ഭയാനകനായ മംദാനിയുടെ ശബ്ദം അരോചകമാണ് എന്നൊക്കെയാണ് ട്രംപിൻ്റെ പ്രശ്നം. മുമ്പും റാഡിക്കൽ ഇടതുപക്ഷക്കാർ വന്നിട്ടുണ്ട്, പക്ഷേ ഇത് പരിഹാസ്യമായിരിക്കുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. മംദാനി ബുദ്ധിമാനല്ല, മണ്ടന്മാരാണ് മംദാനിയെ പിന്തുണയ്ക്കുന്നത് എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട്. ട്രംപിൻ്റെ വിരോധത്തിന് കാരണം എന്തായിരിക്കും? സൊഹ്റാൻ മംദാനിയുടെ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് അനുകൂല നിലപാടുകളോടാണ് ട്രംപിൻ്റെ പ്രധാന എതിർപ്പ്. ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധ നിലപാടുകളുടെ രൂക്ഷ വിമർശകനാണ് സൊഹ്റാൻ മംദാനി. പ്രതിഷേധങ്ങളെ ഒക്കെ അനുകൂലിക്കുന്നു. കോർപ്പറേറ്റ് വിരുദ്ധ നിലപാടുകളിലൂന്നിയാണ് സൊഹ്റാൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം. ഫലസ്തീൻ അനുകൂല ഇസ്രയേൽ വിരുദ്ധ നിലപാടുകൾ പലതവണ സൊഹ്റാൻ മംദാനി പ്രകടിപ്പിച്ചിട്ടുണ്ട്. സൊഹ്റാൻ ഏഷ്യൻ ആഫ്രോ അമേരിക്കൻ വംശജൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യൻ വംശജയായ ചലച്ചിത്ര സംവിധായിക മീര നായരുടെ മകനാണ് സൊഹ്റാൻ. ഇന്ത്യയിൽ ജനിച്ച ഉഗാണ്ടൻ വംശജൻ മഹ്മൂദ് മംദാനിയാണ് പിതാവ്. സൊഹ്റാൻ മംദാനി ജനിച്ചതും 7 വയസ്സുവരെ വളർന്നതും ഉഗാണ്ടയിലാണ്. പിന്നീട് കുടുംബം ന്യൂയോർക്കിലേക്ക് കുടിയേറി. 2018 അമേരിക്കൻ പൗരത്വം ലഭിച്ചു. ഈ വർഷം സിറിയൻ കലാകാരി റാമ ദുവാജിയെ വിവാഹം കഴിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ, റാപ്പർ, എഴുത്തുകാരൻ തുടങ്ങിയ നിലയിലെല്ലാം സൊഹ്റാൻ മംദാനി ശ്രദ്ധേയനാണ്. ഈ സൊഹ്റാൻ്റെ രാഷ്ട്രീയം അതെന്താണെന്ന് നോക്കാം. ഡെമോക്രാറ്റിക് പാർട്ടിയിലെ സോഷ്യലിസ്റ്റ് പക്ഷത്തിൻ്റെ മുൻനിര നേതാവായി ഇപ്പോൾ മാറിയിരിക്കുന്നു സൊഹ്റാൻ മംദാനി. 2020 ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. വിലക്കയറ്റം, ജപ്തി തുടങ്ങി സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളിലൊക്കെ സൊഹ്റാൻ മംദാനി ഇടപെട്ടു. ന്യൂയോർക്കിലെ കുടിയേറ്റക്കാർ, തൊഴിലാളികൾ എന്നിവർക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ സൊഹ്റാൻ മംദാനിക്ക് കഴിഞ്ഞു. ട്രംപ് നടപ്പാക്കുന്ന കുടിയേറ്റ വിരുദ്ധ റെയ്ഡുകളുടെ നിശിത വിമർശകനാണ് സൊഹ്റാൻ മംദാനി. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യയാണ് എന്നാണ് സൊഹ്റാൻ്റെ നിലപാട്. ന്യൂയോർക്കിലെ ജൂത വിരുദ്ധതയ്ക്കെതിരെ എടുത്ത നിലപാടും ശ്രദ്ധേയമാണ്. സാധാരണക്കാർക്ക് ജീവിക്കാൻ ഉതകുന്ന നഗരമായി ന്യൂയോർക്കിനെ മാറ്റും എന്നാണ് സൊഹ്റാൻ മംദാനിയുടെ പ്രഖ്യാപനം. അതേസമയം സൊഹ്റാൻ മംദാനിയെ തോൽപ്പിക്കാൻ കോടികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. സൊഹ്റാൻ മംദാനിയെ തോൽപ്പിക്കാൻ സോഷ്യലിസ്റ്റ് വിരുദ്ധരാണ് ഈ കോടികൾ ഒഴുക്കുന്ന പക്ഷം. വൻ കോർപ്പറേറ്റുകളും റിപ്പബ്ലിക്കൻ ശതകോടീശ്വരന്മാരും എതിരാളി ആൻഡ്രൂ കുമോയ്ക്ക് വലിയ തോതിൽ ഫണ്ട് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് വന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് സൊഹ്റാൻ മംദാനി. നരേന്ദ്രമോദിയുള്ള വേദിയിൽ താൻ ഒരിക്കലും പോകില്ല എന്ന് സൊഹ്റാൻ മംദാനി ന്യൂയോർക്കിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. മോദിയെ യുദ്ധക്കുറ്റവാളി എന്ന് വിളിക്കുക കൂടി ചെയ്തു സൊഹ്റാൻ മംദാനി. ബെഞ്ചമിൻ നെതന്യാഹുവിനോടാണ് നരേന്ദ്രമോദിയെ സൊഹ്റാൻ മംദാനി ഉപമിച്ചത്. സൊഹ്റാൻ മംദാനി ഇന്ത്യക്കാരനേക്കാൾ പാകിസ്ഥാനിയായി അനുഭവപ്പെടുന്നു എന്നാണ് കങ്കണ റണാവത്ത് പ്രതികരിച്ചത്. കങ്കണയുടെ വിമർശനം മംദാനിയുടെ BJP വിരുദ്ധ, ഹിന്ദുത്വ വിരുദ്ധ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്. മംദാനി വാതുറക്കുമ്പോൾ പാകിസ്ഥാൻ PR ടീം അവധിയെടുക്കുമെന്ന് കോൺഗ്രസ് MP മനു അഭിഷേക് സിംഗ്വി പറഞ്ഞു. ന്യൂയോർക്കിൽ നിന്ന് കെട്ടുകഥ ഇറക്കുന്ന ഇത്തരം സഖ്യകക്ഷിയുള്ളപ്പോൾ ഇന്ത്യക്ക് ശത്രുക്കളെ ആവശ്യമില്ല എന്നുകൂടി പറയുന്നു. അതേസമയം 5 വർഷം മുമ്പ് ആര്യ രാജേന്ദ്രനെ അഭിനന്ദിച്ച് സൊഹ്റാൻ മംദാനി ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. അത് ഇപ്പോൾ കേരളത്തിൽ വൈറലായിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള മേയറാണ് ന്യൂയോർക്കിന് ആവശ്യം എന്നായിരുന്നു ആ ട്വീറ്റ്. ഇപ്പോൾ ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇപ്പോൾ ശ്രീജിത്ത്, ഇപ്പോൾ അമേരിക്കൻ തെരഞ്ഞെടുപ്പാണ്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്നതനുസരിച്ചായിരിക്കും സ്വാഭാവികമായും മംദാനിയുടെ അവിടെ സ്വീകരിക്കുന്ന നിലപാട്. ഇന്നിപ്പോൾ നമ്മളിത് ചർച്ചയ്ക്ക് എടുക്കുന്നത് ഒരു ഇന്ത്യൻ വംശജയുടെ മകൻ, ഇന്ത്യൻ ആഫ്രോ വംശജൻ്റെ മകൻ എന്ന നിലയ്ക്ക് മാത്രമല്ല, സ്വാഭാവികമായും ട്രംപിൻ്റെ ഈ ചീത്തവിളിയൊക്കെ നമ്മളിതിപ്പോൾ വിലയിരുത്തുന്നതിനും ചർച്ചയ്ക്ക് എടുക്കുന്നതിനുമൊക്കെ കാരണമായിട്ടുണ്ട്. എന്നാൽ സ്വാഭാവികമായും ഈ ഒരു ഇന്ത്യയിൽ നിന്ന് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ എങ്ങനെയാണ് സൊഹ്റാൻ മംദാനിയുടെ വാക്കുകളെയൊക്കെ വിലയിരുത്തേണ്ടത് എന്ന കാര്യത്തിൽ ചെറിയ കൺഫ്യൂഷനും നമുക്കുണ്ട്. എന്തായാലും മംദാനി അവിടെ ഒരു വലിയൊരു ഇളക്കമുണ്ടാക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയുള്ള മംദാനിയുടെ പ്രചാരണം ഇതുവരെ കണ്ടിട്ടില്ലാത്തതാണ്. വലിയ യുവത്വത്തിൻ്റെ ഒരു ചുറുചുറുക്കൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള മംദാനിയുടെ ആ ഒരു പ്രകടനം നമുക്ക് കാണാം. എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ?
അർഷൻ, നമുക്കറിയാം അമേരിക്ക ഒരു വലിയ മുതലാളിത്ത രാജ്യമാണ്. നമ്മൾ കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണത്. ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ സ്വഭാവവും നിറങ്ങളും ഗുണവും ഒക്കെ ലോകത്തിന് സമ്മാനിക്കുന്ന രാജ്യമാണ് അമേരിക്ക എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അവിടെ ഭരിച്ചു വരുന്ന കാലകാലങ്ങളിൽ ഭരിച്ചു വരുന്നത്, അത് ഡെമോക്രാറ്റുകളായാലും റിപ്പബ്ലിക്കൻസ് ആയാലും, അവർക്ക് ഈ സോഷ്യലിസ്റ്റ് ചിന്ത എന്നൊന്നുമില്ല. ഞാൻ സോഷ്യലിസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് അമേരിക്കയിൽ ആര് വന്നാലും സ്വാഭാവികമായും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ നിന്ന് അവർ തള്ളപ്പെടുന്നതാണ് പതിവ്. നമ്മളുടെ മുൻകാല അനുഭവങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഇതല്ല സ്ഥിതി. ഞാനൊരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, അതും വളരെ ചെറുപ്പക്കാരനായ ഒരാൾ, അതുമാത്രമല്ല ഒരു ഏഷ്യൻ ആഫ്രിക്കൻ വംശജൻ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അമേരിക്കയ്ക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. അദ്ദേഹം ലോകത്ത് തന്നെ ഏറ്റവും സമ്പന്നമായ നഗരം ന്യൂയോർക്ക്, അത് അമേരിക്കയുടെ തലസ്ഥാനം അല്ലെങ്കിൽ പോലും അമേരിക്കയുടെ ഹൃദയമാണ് ന്യൂയോർക്ക് എന്ന് പറയുന്നത്. എല്ലാ വ്യവസായ വാണിജ്യ കേന്ദ്രങ്ങളുടെയും തലസ്ഥാനം എന്ന് പറയുന്നത്. ആ തലസ്ഥാന നഗരത്തിൻ്റെ മേയറാകാൻ അദ്ദേഹം പോകുന്നു എന്നറിയുമ്പോൾ സ്വാഭാവികമായും ട്രംപിന് മാത്രമല്ല അമേരിക്കയുടെ വലതുപക്ഷ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളുന്ന അതിൻ്റെ ഹൃദയത്തിൽ പേർന്ന എല്ലാവർക്കും വിഷമമുണ്ടാകും. ആ വിഷമം ട്രംപിലൂടെ പുറത്തു വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ട്രംപ് അങ്ങനെയാണെന്ന് നമുക്കറിയാം. അത് ട്രംപിൻ്റെ വിമർശനം കുറച്ച് കടുത്തുപോയി അധിക്ഷേപം തന്നെയാണ്. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഞാൻ സോഷ്യലിസ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വരുന്നു. അയാൾ അമേരിക്കയുടെ ലോകത്തിൻ്റെ ഹൃദയത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു നഗരത്തിൻ്റെ മേയറാകാൻ പോകുന്നു. അതിൻ്റെ വക്കോളം എത്തി നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും വലതുപക്ഷ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് വലിയ വിമർശനവും വിഷമവും ഉണ്ടാകും. ആ വിഷമമാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇനി മറ്റു കാര്യങ്ങളിലേക്ക് പോയാൽ, ഇദ്ദേഹത്തെ സംബന്ധിച്ച്, മംദാനിയെ സംബന്ധിച്ച് നേരത്തെ ഹർഷൻ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിനെതിരെ, ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരാൾ, ട്രംപിനെ വലിയ രൂപത്തിൽ വിമർശിക്കുന്ന ഒരാൾ, ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധ നിലപാടുകളെ പരസ്യമായി യുദ്ധപ്രഖ്യാപനം നടത്തിയ ഒരാൾ, അതായത് കുടിയേറ്റ വിരുദ്ധമായി മുന്നോട്ട് പോയാൽ, കുടിയേറ്റ വിരുദ്ധ നിലപാടുകളെ മുന്നോട്ട് പോയാൽ താങ്കളോട് യുദ്ധം ചെയ്യാൻ രാഷ്ട്രീയത്തിൻ്റെ മുന്നിൽ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞൊരാൾ. അതുമാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരളത്തിൻ്റെ, അതായത് ഇന്ത്യയിൽ ഒരു ചെറിയ സംസ്ഥാനമായ കേരളത്തിൻ്റെ ചെറിയ നഗരത്തിൽ വരുന്ന ഒരു വനിതാ മേയറെ, ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ അഭിനന്ദിക്കാൻ പോലും തയ്യാറാകുന്ന ഒരാൾ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ചേർന്ന് പോകാൻ കഴിയുന്ന ഒരാൾ സ്വാഭാവികമായും അമേരിക്കയുടെ ന്യൂയോർക്കിലെ മേയറായി വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്ന അർത്ഥത്തിലല്ല ഇപ്പോൾ അമേരിക്കയുള്ളത്. അമേരിക്കയുടെ രാഷ്ട്രീയവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ പരാജയപ്പെടുത്താൻ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. സാധാരണഗതിയിൽ അമേരിക്കയിൽ നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്, നമ്മുടെ കൺമുന്നിലുള്ളതാണ്. അമേരിക്കയിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ ആ തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന് പറയുന്നത് ടെലിവിഷനിലാണ് പ്രചാരണം. ജനങ്ങൾക്കിടയിലേക്ക് പോയി പ്രചാരണം നടത്തുന്ന രീതി അമേരിക്കയിലില്ല. നമുക്കറിയാവുന്ന, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ടെലിവിഷനിൽ വന്ന് ക്യാമ്പയിനുകൾ നടത്തുക, ടെലിവിഷനിൽ നിന്ന് അഭിപ്രായം പറയുക, നിലപാടുകൾ പറയുക, പ്രഖ്യാപനങ്ങൾ ടെലിവിഷനിലാണ്. നേരെ മറിച്ച് മംദാനിയുടെ പ്രചരണം എന്ന് പറയുന്നത് വീടുകൾ കയറിയിറങ്ങിയാണ്, ബസ്സുകളിലാണ്. അങ്ങനെ ആ രൂപത്തിൽ സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന, ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയത്തിൽ കാണുന്ന രൂപത്തിലുള്ള ഇടപെടലാണ്. ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ സ്വഭാവമുള്ള രൂപത്തിൽ വീടുകൾ വഴി, ക്യാമ്പയിനുകൾ വഴി, ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സാധാരണ ക്യാമ്പയിൻ അല്ല, സാധാരണ റാലികൾ, പൊതുറാലികൾ, വീടുകൾ കയറിയുള്ള ലഘുലേഖകൾ നൽകിക്കൊണ്ട്, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും പുതുതായി സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെ ആ അർത്ഥത്തിൽ ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ട് പ്രചരണം നടത്തുന്ന ഒരാളാണ് മംദാനി. അദ്ദേഹത്തിൻ്റെ പ്രചരണ രീതികളും അങ്ങനെയാണ്. അങ്ങനെ ആ രൂപത്തിലും കൂടി കണക്കാക്കി നോക്കിയാൽ അമേരിക്കയുടെ സ്വഭാവമായി, അമേരിക്കൻ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവമായി ഒട്ടും ചേർന്ന് നിൽക്കുന്ന ആളല്ല മംദാനി. അദ്ദേഹം മേയറായി വരുമ്പോൾ ഒരൊറ്റ കാര്യമുണ്ട്. ഈ അമേരിക്കയുടെ പൊതു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ആലോചിച്ചാൽ എത്രത്തോളം യാഥാർത്ഥ്യബോധത്തോടെയാണ് മംദാനി ഈ വാഗ്ദാനങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ള പ്രശ്നം കൂടിയുണ്ടല്ലോ. അവിടെ ഈ ട്രാൻസ്പോർട്ട്, ഗതാഗത സൗകര്യത്തിൻ്റെ കാര്യത്തിലായാലും, അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ, ഭക്ഷണ ലഭ്യതയുടെ കാര്യത്തിലായാലും, ഇതിലെല്ലാം ചിലവ് കുറയ്ക്കും, അല്ലെങ്കിൽ വാടക ഫ്രീസ് ചെയ്യും, വളരെ കുറഞ്ഞ നിരക്കിൽ തന്നെ ഭക്ഷണമെല്ലാം എത്തിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് അമേരിക്കയ്ക്ക് സാധാരണ പതിവില്ലാത്ത വാഗ്ദാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇപ്പോൾ ഇപ്പുറത്ത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി കർട്ടിസ് സ്ലീവയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹം പറയുന്നത് ഈ പൊതുസുരക്ഷ, പോലീസ് ഫണ്ടിങ്, മൈഗ്രൻ്റ് ഷെൽട്ടറുകൾ, ഇങ്ങനെയൊക്കെയുള്ള വേറെ ചില സംഗതികളാണ്. സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ ഒരേ കാര്യമാണ് ഡെമോക്രാറ്റുകൾക്കും റിപ്പബ്ലിക്കനുകൾക്കും പറയാറുള്ളത്. അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ ഒരേ താല്പര്യങ്ങൾ തന്നെയായിരിക്കും. പേര് രണ്ട് പാർട്ടിയുടേതായിരിക്കും. മറ്റു ചില വിവരങ്ങൾ, ഇപ്പോൾ LGBT വിഷയങ്ങളിലൊക്കെയുള്ള താല്പര്യങ്ങളോ നിലപാടുകളോ ഒക്കെ മാത്രമൊക്കെയാണ് ആകെപ്പാടെ വ്യത്യസ്തമായോ ഏറിയും കുറഞ്ഞുമോ ഒക്കെ ഇരിക്കുക എന്നുള്ളതുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പരിചയമില്ലാത്ത കുറേ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. നേരത്തെ ശ്രീത് പറഞ്ഞതുപോലെ ആളുകളെല്ലാം വീടുകളിൽ കയറിയൊക്കെ ആളുകളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നു, പള്ളികളിലൊക്കെ പോയി പ്രസംഗിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കൗതുകകരമായ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ എത്രത്തോളം ഇത് അമേരിക്കൻ യാഥാർത്ഥ്യവുമായി യോജിച്ചു പോകുന്നതാണ്?
അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഉണ്ടെന്ന് ഇപ്പോൾ മംദാനി വന്നപ്പോഴാണ് ലോകത്തിന് മനസ്സിലാകുന്നത്. കാരണം അദ്ദേഹം, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ $115 ബില്യൺ ആസ്തി അല്ലെങ്കിൽ ബജറ്റ് ഉള്ളതാണ് ന്യൂയോർക്ക് സിറ്റി, ന്യൂയോർക്ക് നഗരം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ നഗരം അങ്ങനെയാണ്, ആ നഗരത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും അങ്ങനെയാണ്. പക്ഷേ അവിടെയാണ് ഇദ്ദേഹം ഹർഷൻ സൂചിപ്പിച്ച പോലെ ഇദ്ദേഹം ഇങ്ങനെ ഒരു വാഗ്ദാനം നടത്തുന്നത്. ആ വാഗ്ദാനം ഉൾക്കൊള്ളാൻ അവിടെ ആളുകളുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇത്രയും കാലം അമേരിക്ക പൊതിഞ്ഞു വെച്ച അമേരിക്കയുടെ ഉള്ളിലുള്ള സാധാരണ ജനങ്ങൾ, അതിൽ കുടിയേറ്റക്കാരുണ്ട്, സാധാരണക്കാരുണ്ട്, എല്ലാ അർത്ഥത്തിലും സാധാരണക്കാരെ ഒരു കാലത്തും പരിഗണിക്കാത്ത ആളുകളായിരുന്നു ഇപ്പോൾ റിപ്പബ്ലിക്കൻസും അല്ലെങ്കിൽ ഡെമോക്രാറ്റുകളും എന്നത് തുറന്നു പറയാൻ പുറം ലോകത്തോട് പറയാൻ ഒരാൾ തയ്യാറായി എന്നുള്ളതാണ് ഈ ഇദ്ദേഹത്തിൻ്റെ പേര് കൊണ്ട്, ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ട് ഇപ്പോൾ ലോകത്തിന് മനസ്സിലാകുന്നതും. ഈ അമേരിക്കയിൽ നിന്ന് വിട്ടു നിന്ന് ഇന്ത്യയിൽ നിന്നോട് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതാണ്. അങ്ങനെ ആ രൂപത്തിൽ വീട്ടുവാടക എന്നുള്ളത് നമ്മൾ ഡൽഹിയിൽ കണ്ടിട്ടുണ്ട്. ഡൽഹിയിൽ ഒരുപക്ഷെ കോൺഗ്രസ് ഗവൺമെൻറ്റിനെ മറിച്ചിടാൻ ആം ആദ്മി പാർട്ടി കഴിഞ്ഞത് വീട്ടുവാടകയിലെ വർധനയായിരുന്നു എന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ രൂപത്തിൽ വീട്ടുവാടക വലിയ രൂപത്തിൽ ന്യൂയോർക്ക് നഗരത്തെ വലിയ രൂപത്തിൽ ബാധിച്ചിട്ടുണ്ട്. ആ വീട്ടുവാടകയിൽ കുറവുണ്ടാക്കും. വീട്ടുവാടക വർദ്ധിപ്പിക്കുന്ന ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകും, നിയമ നടപടി. അതൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം വരുന്നത് വളരെ കൗതുകമാണ്. അത് അമേരിക്കയിൽ നിന്നുകൊണ്ടാണെന്ന് ആലോചിക്കണം. സർക്കാർ നിയന്ത്രിത പലചരക്ക് കടകൾ, നമ്മൾ പലചരക്ക് കട എന്ന് പറയുന്നത് അമേരിക്കയിലെ പലചരക്ക് കട വേറെ രൂപത്തിലായിരിക്കും, പക്ഷേ എന്നാൽ പോലും സർക്കാർ രൂപത്തിലുള്ള സ്റ്റേഷനറി ഷോപ്പുകൾ അമേരിക്കയിൽ കൊണ്ടുവരും. ഇതൊരു പക്ഷേ പുറത്തു നിൽക്കുന്ന ഒരാൾക്ക് അമേരിക്കയിൽ ഇങ്ങനെയൊക്കെ ആണോ, അമേരിക്ക അങ്ങനെയല്ലല്ലോ, നമ്മുടെ സങ്കല്പത്തിൽ അമേരിക്ക ഇങ്ങനെയല്ലല്ലോ എന്ന് തോന്നാം. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് യാഥാർത്ഥ്യം എന്ന് പറയാൻ ഒരാൾ തയ്യാറാകുന്നു, അദ്ദേഹത്തിന് പിന്നിൽ ആളുണ്ടാകുന്നു. കുടിയേറ്റ വിരുദ്ധ നടപടികൾ നമുക്കറിയാം. സാധാരണക്കാരായ കറുത്ത വംശജരെ തല്ലിക്കൊല്ലുന്ന പോലീസാണ് അവിടെ ഉള്ളത്. അവർക്ക് വോട്ടുണ്ട്. ആ വോട്ടുകൾ എങ്ങനെയാണ് പോകുന്നത്? ഇപ്പോൾ രണ്ട് പാർട്ടികളായി വിഭജിച്ച് പോകുന്നു. ആ പാർട്ടികളിൽ നിന്നൊരാൾ ഈ നിലപാടുകൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിനൊപ്പം നിൽക്കാൻ ആളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അത് മാത്രമല്ല, അവിടെയുള്ള ആളുകൾ, ഈ ഡെമോക്രാറ്റ് ആയാലും റിപ്പബ്ലിക്കൻസ് ആയാലും സാധാരണഗതിയിൽ ഇപ്പോൾ ഏറ്റവും വലിയ അലിഗേഷൻസ് വരുന്നത് സാമ്പത്തിക ആരോപണവും സ്ത്രീ പീഡനവുമാണ്. ഇപ്പോൾ തൊട്ട് മുന്നേ ഇദ്ദേഹത്തോട് പരാജയപ്പെട്ട വ്യക്തി പോലും അദ്ദേഹം പുറത്തു പോകാനുള്ള സാഹചര്യം, അദ്ദേഹം ഒരു സ്ത്രീ പീഡന കേസിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഒന്നല്ലെങ്കിൽ 2 കേസിലെങ്കിലും പ്രതികളാണ്. അങ്ങനെ വളരെ ചെറുപ്പക്കാരനായ ഒരാൾ, വളരെ പുരോഗമനമായി ചിന്തിക്കുന്ന ഒരാൾ, മാത്രമല്ല സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാൾ വരുന്നു എന്നുള്ളത് അമേരിക്കയിൽ നിന്ന് വരുന്ന പുതിയ വാർത്തയായിട്ട് വേണം നമ്മൾ കാണാൻ. ന്യൂയോർക്കിന്റെ മേയർ ആയിരുന്നയാൾ അഴിമതി ആരോപണത്തെ തുടർന്നാണ് ഡെമോക്രാറ്റ് മേയറായിരുന്നയാൾ പുറത്തു പോയിട്ട് സ്വതന്ത്രനായി ഇപ്പോൾ മത്സരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. എന്തായാലും കൗതുകമുള്ള കാഴ്ചയാണ്. മംദാനി ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നടത്തുന്ന പ്രചാരണ പരിപാടികൾ ഒക്കെ, ആ മാത്രമല്ല തീപ്പൊരി പ്രസംഗമൊക്കെ നടത്തി ആ നിലയ്ക്കുള്ള ഒരു പ്രചാരണ പരിപാടികളിലേക്ക് പോകുന്നു. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്രത്തോളം അമേരിക്കൻ യാഥാർത്ഥ്യവുമായി മംദാനിയുടെ വാഗ്ദാനങ്ങൾ യോജിച്ചു പോകും എന്നുള്ള സംശയം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും ഇന്ത്യക്ക് സ്വാഭാവികമായും ചില സംശയങ്ങളൊക്കെ ഉണ്ട്. മംദാനിയുടെ സമീപനത്തിൽ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ ഒക്കെ മറ്റൊരു തരത്തിൽ തന്നെയാണ് നോക്കിക്കാണുന്നത്. പക്ഷേ ആത്യന്തികമായി ഇന്ത്യൻ വംശജനായ മീര നായർ എന്ന പ്രമുഖ സംവിധായികയുടെ മകനായ ആളാണ് മംദാനി എന്ന കൗതുകം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം വരെ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അദ്ദേഹം ഈ അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് എന്നത് പിരിവ് എന്നുകൂടി വേണമെങ്കിലും പറയാം. നമ്മൾ ആദ്യം ഈ ഫണ്ട് ശേഖരണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായി തെരഞ്ഞെടുപ്പിൽ വരിക. പക്ഷേ ഞാൻ ഇതിലേക്ക് ഈ RDX കയറുന്നതിന് മുമ്പ് ഇങ്ങനെ മംദാനിയുടെ ഇൻസ്റ്റാ അക്കൗണ്ടിലൊക്കെ പോയി നോക്കുമ്പോൾ കാണുന്നത് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നത് എനിക്ക് പണം ഇനി ആവശ്യമില്ല, ആവശ്യത്തിന് പണമായി എന്നുള്ള മട്ടിലാണ്. അത് സാധാരണ അങ്ങനെ രാഷ്ട്രീയ നേതാക്കൾ പറയാറില്ല. പക്ഷേ എനിക്കിപ്പോൾ പണം ആവശ്യത്തിനായി എന്നൊക്കെ പറഞ്ഞ് അമേരിക്കയ്ക്ക് പരിചയമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലേക്ക് പോകുന്നു. ട്രംപ് വിജയിച്ചപ്പോൾ ട്രംപിൻ്റെ വിജയത്തിൻ്റെ കാരണം അന്വേഷിച്ച് ഒരു സർവേ നടത്തുകയാണ് ആദ്യം മംദാനി ചെയ്തത്. ആളുകളുടെ ഇടയിലേക്ക് പോയി അവരോട് സംസാരിച്ചു. അതൊക്കെ സംപ്രേഷണം ചെയ്യുകയും ചെയ്തു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പങ്കുവയ്ക്കുകയും ചെയ്തു. അപ്പോൾ ആ കാരണങ്ങളിൽ സ്വാഭാവികമായും ട്രംപിന് രണ്ടാമത് ട്രംപ് വരും എന്ന് അമേരിക്കക്കാർക്കറിയാമായിരിക്കാം. പക്ഷേ പുറമേ നിന്ന് നിരീക്ഷിക്കുന്നവർ അങ്ങനെയൊന്നും അല്ലല്ലോ കരുതിയിട്ടുണ്ടാവുക, വലിയൊരു വിഭാഗം ആളുകൾ. പക്ഷേ അവിടെ കൃത്യമായ കാരണങ്ങളിലേക്ക് മംദാനി എത്തി. ഈ ആളുകളിൽ നിന്ന് തന്നെ ആളുകൾ പറയുന്നത് ഈ യുദ്ധങ്ങൾക്കെതിരെ യുദ്ധവിരുദ്ധ നിലപാട്, ട്രംപിൻ്റെ യുദ്ധവിരുദ്ധ നിലപാട് വലിയ തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് അവിടുത്തെ സാധാരണക്കാരായ ആളുകളെ എന്നുള്ളത് മംദാനി മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ട്രംപ് വിമർശിക്കുന്നുണ്ട് മംദാനിയെ എങ്കിലും, മംദാനി ട്രംപിനെ വിമർശിക്കുന്നുണ്ട് എങ്കിലും, മംദാനി എടുത്തിരിക്കുന്ന ഒരു തന്ത്രം എന്നത് അതേ യുദ്ധവിരുദ്ധത തന്നെയാണ് എന്നുള്ള കൗതുകം കൂടിയുണ്ട്. കുടിയേറ്റ വിരുദ്ധ, കോർപ്പറേറ്റ് വിരുദ്ധ, തൊഴിലാളി അനുകൂല നിലപാടുള്ള ഫലസ്തീന് വേണ്ടി സംസാരിക്കുന്ന ഒരു കുടിയേറ്റ മുസ്ലിം ന്യൂയോർക്കിൻ്റെ മേയർ ആകുന്നതിനെ ട്രംപ് എങ്ങനെ എതിർക്കാതിരിക്കും?
തൻ്റെ ഈ ടേമിൽ അമേരിക്കയിൽ നിന്ന് ഏറ്റവും അധികം കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുമെന്ന് തീരുമാനിച്ചുറച്ച ട്രംപിന് സോഹ്റാൻ മംദാനി ഒരു വെല്ലുവിളി തന്നെയാണ്. ന്യൂയോർക്ക് അസംബ്ലി പ്രതിനിധി എന്ന നിലയിൽ തന്നെ ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധ റെയ്ഡുകൾക്കെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധം അഴിച്ചുവിട്ടയാളാണ് ഈ 33-കാരൻ. കോർപ്പറേറ്റുകൾക്കെതിരെ തൊഴിലാളികളെ അണിനിരത്തിയ മുന്നേറ്റങ്ങളുടെ പിന്നിലും അയാൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ അമേരിക്കയുടെ ഏറ്റവും സമ്പന്ന നഗരം കൂടിയായ ന്യൂയോർക്കിൻ്റെ മേയറായി വരുന്നത് ട്രംപിനെ പോലൊരു ഭരണാധികാരിയെ അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരിക്കും. അതുതന്നെയാണ് പ്രശ്നം.